ഇതൊരു യാത്ര മാത്രമല്ല, ഇതൊരു അനുഭവമാണ്. ആചാരങ്ങൾ മാറാം, ഭാഷകൾ മാറാം, പക്ഷേ വിശ്വാസത്തിൻ്റെ അളവ് ഒരേപോലെ തന്നെ ഉണ്ട്. അതെനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇപ്പം സമയം 3 മണിയായിട്ടുണ്ട്. ഓക്കെ, റെഡി, പോവാം. രാത്രി മുഴുവൻ ഉറങ്ങത്തോണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ പിള്ളേർ കോവിലോട്ടാണ്. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്താണ്. പക്ഷേ എന്താ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു വളരെ ഡീപ്പായിട്ടുള്ള ഇമോഷനാണ് ഇവിടെയുള്ള ആളുകളുടെ. രാത്രി മുഴുവൻ ഉറങ്ങാൻ നമ്മളിപ്പം നമ്മുടെ കടയ്ക്കൽ അമ്പലത്തിൽ മുടിയേറ്റ് വരുമല്ലോ, ഭദ്രകാളി പോയിട്ട് ദേവി വരും, അങ്ങനെ ഒരു ഇതാണ്. ഭയങ്കര ശക്തി കയറിയിട്ട് ആളുകളൊക്കെ തുള്ളുന്ന കണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല. കാരണം എൻ്റെ ദേഹം പെരുത്തിട്ട് ഞാൻ കുറച്ച് നേരം സ്റ്റക്കായിട്ട് നിന്ന് ഇങ്ങനെ ഓരോ നേരവും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് രാത്രി മുഴുവനും. പിന്നെ അടുത്തുള്ള വീട്ടിലൊരു കുട്ടിക്ക് ബാധ കയറി. സോ അതെല്ലാം ഒരു ഷോക്കായിട്ടുണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് ഞെല്ലൊന്നും തുറക്കാറില്ലായിരുന്നു. എനിക്ക് പേടിയായിരുന്നു. കാരണം ഈ ബാധകൻ കയറി നമ്മുടെ വീട്ടിലേക്ക് വന്നാലും അങ്ങനെയൊക്കെ ഒരു തോട്ട് പോയി. പിന്നെ ഞാനിപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പിള്ളേർ കോവിലാണ്, ഗണപതി അമ്പലത്തിൽ. അവിടെ നമ്മൾ അരി കൊണ്ട് വിളക്കുണ്ടാക്കിയിട്ട് അതിൽ എണ്ണ വെച്ച് കത്തിക്കും. അതെടുത്തിട്ട് നമ്മൾ ദേവിയുടെ മുന്നിൽ കൊണ്ട് സമർപ്പിക്കും. ഒരു പൂജ പോലെ ഉണ്ടായിരുന്നു. കൊടിമരത്തിന് മുന്നിൽ കൊണ്ട് സമർപ്പിക്കും. എന്നിട്ട് എനിക്ക് ദേഹമൊക്കെ പെരുക്കുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തോണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു വല്ലാത്തൊരു വൈബായിരുന്നു. നമ്മുടെ കുതിരക്കെട്ടത്തിൽ അതേപോലെ ഒരു സംഭവം ഇങ്ങനെ കെട്ടിയിട്ട് അതിന് മുന്നിൽ പ്രസാദമൊക്കെ ഇങ്ങനെ എന്താ പടയ്ക്കുന്നുണ്ടായിരുന്നു. സൈഡിൽ നാടകം നടക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രൻ്റെ വെളിച്ചവും എനിക്കറിയത്തില്ല. എനിക്ക് എന്താ പറയേണ്ടത്. വളരെ ഇഷ്ടപ്പെട്ട് കൾച്ചർ ആൻഡ് അവരുടെ ഒരു സമർപ്പണം. സാധാരണ ക്ഷേത്ര ദർശനമാണെന്ന് പറഞ്ഞാൽ ഞാൻ പോയത്. അവിടെ ചെന്നപ്പോഴാണ് ഇവിടുത്തെ ഒരു ഉത്സവം മാത്രമല്ല, ഇതൊരു തലമുറയായിട്ട് കൈമാറി വരുന്ന തമിഴ്നാടിൻ്റെ ആത്മാവ്, ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, ആ ഒരു എന്താ പറയുന്നത്, ഓരോ ചടങ്ങുകളും ഒരു കഥ പറയുന്ന പോലെ എനിക്ക് തോന്നി. ആചാരങ്ങൾ മാറാം, ഭാഷകൾ മാറാം, പക്ഷെ ആ ഒരു വിശ്വാസം നമ്മളെ പോലെ തന്നെ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. ഇതൊരു യാത്ര മാത്രമല്ല, അനുഭവമാണ്. പുതിയ പുതിയ അറിവുകൾ കിട്ടുന്ന ഓരോരോ നിമിഷങ്ങളാണ്. ഐ എം സോ ലക്കി. വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ ശിവി ഉറങ്ങുന്നില്ല. പിന്നെ ഞാൻ കുറേ കഴിഞ്ഞിട്ട് 6 മണിക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉറങ്ങിയത്. ഇന്നത്തെക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കിട്ടുന്ന അറ്റൻഷനാണ്. എവിടെ പോലും നമ്മൾ ഗ്രൂപ്പ് മലയാളികൾക്ക് വളരെ അറ്റൻഷൻ കിട്ടുന്നുണ്ട്. സോ ഹാപ്പി ആൻഡ് ലൈക്ക്, സബ്സ്ക്രൈബ്, ബൈ, ടേക്ക് കെയർ.